ചുറ്റും കഷ്ടതയാണ്, ചുറ്റും കഷ്ടതയാണ്. നമ്മൾ ഇന്ന് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നല്ലേ. സ്തോത്രം ചെയ്യുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പക്ഷേ ഇതിന് നടുവിൽ നമ്മൾ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഈ കഷ്ടത നിന്നെ തകർത്ത് കളയുവാനല്ല, ഈ പ്രതികൂലത്തിനെ ഒതുക്കി കളയുവാനല്ല, ഈ കഷ്ടത നിന്നെ മുക്കിക്കളയുവാനല്ല. ഇതിന് മധ്യത്തിനെ ജയോത്സവമായി വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇതിന് മധ്യേ നിന്നെ അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവമുണ്ട്. ഇതിന് മധ്യേ നിന്നെ കരങ്ങളെ പിടിച്ചു വഴി നടത്തുന്ന ദൈവമുണ്ട്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുകയാണ്. അടുത്ത് പറയുകയാണ്, നിന്റെ വലം കൈ എന്നെ ഇനിയും രക്ഷിക്കും. അടുത്ത് പറയുകയാണ്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുന്നു കേട്ടോ. ഹല്ലേലൂയ. കഷ്ടതകൾക്ക് ഒരു സമാപ്തി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്നും നിന്നെ കഷ്ടം തേടുന്ന ദൈവമല്ല ദൈവം. സ്തോത്രം. ഇതിനെ ജീവിപ്പിക്കുക മാത്രമല്ല, അതിനെ സമാപ്തി വരുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. എന്നും കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി ഇങ്ങനെ ഒരു നരകക്ഷ ജീവിതമല്ല ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെ മധ്യ ജീവിപ്പിക്കുക മാത്രമല്ല, ഇതിനെ അറുതി വരുത്തുവാൻ ദൈവത്തിനെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകരക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവേ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ഇന്ന് കടന്നു പോകുന്ന വേദനാജനക അനുഭവങ്ങൾ, കർത്താവേ ഇതിനൊരു സമാപ്തി, ഇതിന് മധ്യ ജീവൻ പകർന്ന് ഇതിനൊരു സമാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു സമാപ്തി കൊണ്ട് കേട്ടോ. ഇതിനൊരു അറുതിയുണ്ട്, ഇതിന് അറുതിയുണ്ട്. ഹല്ലേലൂയ. ഇത് എന്നേക്കുമുള്ളതല്ല, ഇതിന് എന്നേക്കുമുള്ളതല്ല. ഇതിനൊരു അറുതി വെച്ചിട്ടുണ്ട്, ഇതിന് അറുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.